ആ ഒരു നോട്ടിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളോട് അത് ഈക്വൽ ആയിരിക്കും. ഓൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആർ ഐഗൻ വാല്യൂസ് ആണ്. പിന്നെ എയ്തർ എഫ് ഈസ് ഈക്വൽ ടു സി ഓർ എഫ് ഈസ് ഈക്വൽ ടു ആർ ആൻഡ് ടി ഹാസ് ഓൺലി റിയൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. എഫ് ഈസ് ഈക്വൽ ടു സി ഓർ എഫ് ഈസ് ഈക്വൽ ടു ആർ ആണ്. ആൻഡ് ടി ഹാസ് ഓൺലി എഫ് ഈസ് ഈക്വൽ ടു ആർ, ഒന്നുകിൽ എഫ് ഈസ് ഈക്വൽ ടു സി ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ആർ ആണെങ്കിൽ ആ സമയത്ത് എല്ലാ റിയൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആയിരിക്കും. എന്നാലേ നമുക്ക് ഫുൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ, എല്ലാം റിയൽ അല്ലെങ്കിൽ എന്താ, കുറച്ചെണ്ണത്തിന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതും അതിൻ്റെ കോഞ്ചുഗേറ്റൂടെ ചേരുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ എങ്ങനെയാണ് ഐഗൻ വാല്യൂസ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത്, Theorem 5.10 gives the following method for computing the eigenvalues and eigenvectors of a linear operator T on a vector space V of dimension n. Choose any basis of V. ഏതെങ്കിലും ഒരു ബേസിസ് ചൂസ് ചെയ്യുക. ഡിറ്റർമിൻ ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ടി വിത്ത് റെസ്പെക്ട് ടു ബി ഓഫ് ടി. അതറിയാമല്ലോ, ബിയിലുള്ളവരുടെ എല്ലാ ഇമേജ് കണ്ടുപിടിച്ചിട്ട് അതിനെ ബിയുടെ തന്നെ ടേംസിൽ എഴുതിയിട്ട് ആ കോഎഫിഷ്യൻറ്റുകൾ എടുത്ത് കോളമായിട്ട് വെക്കുക. പിന്നെ കമ്പ്യൂട്ട് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കൈറ്റി ഓഫ് ടി കണ്ടുപിടിക്കുന്നത് പറഞ്ഞല്ലോ, മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. -1 ഡിറ്റ് ടി ബി മൈനസ് ടി ഐ. അതെന്ന് വെച്ചാൽ ടി വിത്ത് റെസ്പെക്ട് ടു ബിയുടെ ഡയഗണലിൽ നിന്ന് സ്മോൾ ടി സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എൻ്റെ ഡിറ്റർമിൻറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. കീപ്പ് ഓൺലി ദോസ് റൂട്ട്സ് വിച്ച് ആർ ഇൻ ദി അണ്ടർലൈങ് ഫീൽഡ് ഓഫ് വി. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫീൽഡ് ഏതാണോ ആ ഫീൽഡിൽ ഉള്ള റൂട്ട്സ് മാത്രമായിരിക്കും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഈഗൻ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കിട്ടുന്ന റൂട്ട് നേരത്തെ കണ്ടായിരുന്നല്ലോ, ഐ ആണ് കിട്ടുന്നത്. പക്ഷേ ഫീൽഡ് ആറാണെങ്കിൽ അത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നുണ്ടോ, ടി ഫ്രം C3 to C3 ടി കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ ടിയുടെ മെട്രിക്സ് കണ്ടുപിടിച്ച് വെച്ചു. കൈ ടി കണ്ടുപിടിക്കുന്നു, 0 ഡിക്കേറ്റ് ചെയ്യുന്നു, നമുക്ക് 2 ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ C3 to C3 ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഈ കോംപ്ലക്സ് വാല്യൂസിനെ എടുക്കാൻ പറ്റും. കമ്പാനിയൻ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഈച്ച് മെട്രിക്സ് ഇൻ F raised to n by n has a characteristic polynomial which is a monic polynomial. Conversely, each monic polynomial is the characteristic polynomial of some matrix. ഏതൊരു മെട്രിക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടും, അതൊരു മോണിക് പോളിനോമിയലാണ്. തിരിച്ച് ഏതൊരു മോണിക് പോളിനോമിയൽ എടുത്താലും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു മെട്രിക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ ലെറ്റ് പി ഓഫ് ടി എന്ന് പറയുന്ന മോണിക് പോളിനോമിയൽ ആണെന്ന് വിചാരിക്കുക. ബൈ പ്രൊപ്പോസിഷൻ 5.1 അനുസരിച്ച് നമുക്കതിനെ നമ്മൾ തന്നെ ഫാക്ടറൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. അതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് പോലെ ഫാക്ടറൈസ് ചെയ്തു. കുറേ ലീനിയർ ഫാക്ടേഴ്സും പിന്നെ കോംപ്ലക്സ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി വരുന്നതും ആയിട്ട് എഴുതി. ഇനി എം ഈസ് ഈക്വൽ ടു ഡയഗണലായിട്ട് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ ലാംഡകളെല്ലാം ഡയഗണലിൽ എഴുതിയിട്ട് ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഓരോ പെയറിനെ ഓരോ ബ്ലോക്കായിട്ടാണ് എഴുതുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എം മൈനസ് ടി എന്ന് എഴുതി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് therefore ഈ പറഞ്ഞ നേരത്തെ അതേ സാധനം തന്നെ കിട്ടി. ഏതാണ്, ഒരു മോണിക് പോളിനോമിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിവിടെ. അതിൻ്റെ മോണിക് പോളിനോമിയൽ കണ്ടുപിടിച്ച് നോക്കിയപ്പം അത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതണ്ടേന്നുള്ള രീതി ശ്രദ്ധിച്ചാൽ മതി. α1 β1 α1 എന്ന് എഴുതുക. അപ്പോൾ ടി മൈനസ് α1 സ്ക്വയറിൻ്റെ പ്ലസ് β1 സ്ക്വയർ ആണെങ്കിൽ α1 β1 α1. അടുത്തത് ഇതേപോലെ ഓരോ ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ എഴുതണം. ഇതെല്ലാം കൂടെ നമ്മൾ ഡയഗണലിൽ എടുത്ത് വെക്കുക. However, a similar matrix using the coefficient in P of t can be computed so that ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. ഞാൻ പലയിടത്തും അത് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഈഗൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു പ്രോബ്ലം പറയാം. എ എന്ന് പറയുന്ന മെട്രിക്സ് കൊടുത്തു. ആദ്യം അതിൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഡിറ്റർമിനൻറ്റ് ഓഫ് A - λ ഈക്വൽ ടു 0. A - TA എന്ന് കൊടുത്താലും മതി കേട്ടോ. പണ്ട് മുതൽ ഞാൻ ലാംഡ വെച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ ലാംഡ കൊടുത്തത്.
അപ്പോൾ ലാംഡ -1 -1 എന്ന് കിട്ടും. ഇനി ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ലാംഡ = -1 എന്ന് പറയുന്നത് a - ലാംഡ i of x = 0 എന്ന് കൊടുക്കുക. a - ലാംഡ i of x, x1, x2, x3 = 0, 0, 0. ആ മെട്രിക്സ് എടുത്തു അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ റോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. പരമാവധി റോ റെഡ്യൂസ് ചെയ്തിട്ട്, അതായത് ആ മെട്രിക്സ് എഴുതുക. a - ലാംഡ i of xനകത്ത് ലാംഡ ഏതാണോ അത് കൊടുത്തിട്ട് ആദ്യം ആ മെട്രിക്സ് എഴുതണം. ആ മെട്രിക്സ് ഇങ്ങനെ എടുത്തിട്ട് റോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഇനി ഇത് കൂടുതൽ റോ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എക്കലോൺ ഫോമിലെത്തി. അപ്പോൾ ഫസ്റ്റ് റോയിൽ 1 - 1 0, ബാക്കിയെല്ലാം 0 x1 - x2 = 0 ഇംപ്ലീസ് x1 = x2 എന്ന് കിട്ടും. ഇനി x1 = x2 നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 1. x3ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. അതൊരു ഐഗൻ വെക്ടർ. അടുത്ത ലാംഡ = -1 കൊടുത്താൽ a - ലാംഡയ്ക്കകത്ത് a+1i എന്നാവത്തില്ലേ? അപ്പം a+i എന്ന് കിട്ടും. a - ലാംഡ i എടുക്കുന്നു നമ്മൾ, കൊടുത്ത് അതിനകത്ത് മെട്രിക്സ് നമുക്ക് കിട്ടി. അതിന് നമ്മൾ റോ റെഡ്യൂസ് ചെയ്യുന്നു. റോ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. a - ലാംഡ i of x1, x2, x3 = 0, 0, 0 എന്ന് കൊടുത്തു. ഓക്കെ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x1 + x2 = 0, അതേപോലെ x3 = 0 എന്നും കിട്ടും. x1 = -x2 എന്ന് കിട്ടും. x1, x2, x3 = x1 - x1, x3ക്ക് 0. x1 കോമൺ എടുക്കുമ്പോൾ 1 - 1 0 എന്ന് കിട്ടും.